നമസ്കാരം. ഞാൻ അമ്മു ഔസേപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഇന്നലെ നവംബർ 15-ാം തീയതി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അവകാശം, കലോത്സവ വേദികളിൽ ജഡ്ജസ് എഴുതുന്ന റിവ്യൂ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. കുറെ പേര് അതിന് കമന്റ് ഇട്ടു. അതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ ഒന്നും കൂടി നിങ്ങളോടൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അതാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ഡീറ്റെയിൽ ചെയ്ത് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചത്. അത് മറ്റൊന്നുമല്ല, അപ്പീൽ കമ്മിറ്റി കുറെ കൂടി സുതാര്യമാകണം എന്നതാണ് നമ്മൾ മുന്നോട്ട് കാണുന്ന ഒരു വിഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയില് ശാസ്ത്രീയ നൃത്തത്തിന്റെ കാര്യം മാത്രമല്ല റിമാർക്സ് അറിയാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. മോണാക്ട് ആയിക്കോട്ടെ, റെസിറ്റേഷൻ ആയിക്കോട്ടെ, കഥാപ്രസംഗം ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ, കലോത്സവ വേദികളിലെ ഏത് ഇവന്റ്സും കുട്ടികൾക്ക് പ്രൈസ് മിസ്സായി പോകുമ്പോ, പ്രൈസ് നഷ്ടപ്പെട്ടു പോകുമ്പോ അതിന്റെ റിമാർക്സ്, ജഡ്ജസ് എഴുതിയ റിമാർക്സ് നിങ്ങൾക്ക് അറിയണോ എന്നാണ്, നിങ്ങളത് അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒത്തിരിയേറെ ഡാൻസ് ടീച്ചേഴ്സ് നമ്മളുടെ ഈ കേരളത്തിൽ കലോത്സവ വേദിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കുറെ പാരന്റ്സ് വിളിക്കുകയും അവരുടെ കലോത്സവ വേദികളിലെ ഒത്തിരിയേറെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്, ആ പാരന്റ്സ് പറഞ്ഞ പലതിലും അവരുടെ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു അഴിമതി നടന്നിട്ടുണ്ട്, അവരുടെ ടീച്ചേഴ്സിനും ഒത്തിരിയേറെ സങ്കടം വന്നൊരു കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോന്റെ താഴെ, ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ താഴെ വന്ന കമന്റ്സിൽ അധികവും മാതാപിതാക്കന്മാരാണ് കമന്റുകൾ എഴുതിയത്. ഡാൻസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നവര് വളരെ കുറവാണ് കമന്റ് എഴുതിയത്. അതില് ഏറ്റവും ആദ്യം കമന്റ് ഇട്ട ഒരു പേര് ഗീത പത്മകുമാർ എന്നതാണ്. ഈ പേര് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും മഞ്ജു വാര്യരുടെ ഗുരു ആയതുകൊണ്ട് മഞ്ജു ചേച്ചിനോടുള്ള താര ആരാധനയും കൊണ്ട് പറയുന്നതാണ്. അല്ല, എനിക്ക് ആരാധന ആ വലിയ ആർട്ടിസ്റ്റിനോടാണ്, ഗീത ടീച്ചറിനോടാണ്. എനിക്ക് ആ ഗുരുവിനോടാണ് ആരാധന കൂടുതലുള്ളത്. ടീച്ചർ ചെയ്ത പല കാര്യങ്ങളും ഒത്തിരിയേറെ ടീച്ചർ റോൾ മോഡൽ ആകുന്നുണ്ട്. ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുടെ പേര് 100 പ്രാവശ്യം അല്ല 1000 പ്രാവശ്യം പറഞ്ഞാലും അത് തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടീച്ചർ ഇന്നലെ യെസ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടു. അതൊരു ധീരമായിട്ടുള്ള ഒരു കമന്റ് ആണ്. എന്ന് വെച്ചാൽ ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ട് ടീച്ചറിന്റെ കുട്ടികളുടെ റിമാർക്സ് അറിയാൻ. ടീച്ചർ ചുമ്മാ അങ്ങ് അഴിമതി എന്ന് പറയില്ല ഒന്നിനെ. ഇനി ടീച്ചറിന്റെ അർഹതയുള്ള കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ ടീച്ചർ തന്നെ ആ റിമാർക്സ് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതൊരു ചെറിയ കുട്ടി, ഞാനൊക്കെ എത്രയോ സീനിയർ, ഒരു ചെറിയ കുട്ടിയുടെ ഒരു വീഡിയോന്റെ താഴെ പോയിട്ട് കമന്റ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആണ്, അതൊക്കെ അങ്ങനെ പറഞ്ഞു പോട്ടെ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഗീത ടീച്ചർ എന്ന് പറയുന്ന ഒരു ഡാൻസ് ടീച്ചറിന്, ഒരു ആർട്ടിസ്റ്റിന് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്നു. ശരിയാണ്, ഞാനൊരു ശിഷ്യയുടെ സ്ഥാനത്ത് മാത്രമുള്ള ഒരാളാണ്, ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. പക്ഷെ ടീച്ചർ അത് സപ്പോർട്ട് ചെയ്ത് അത് യെസ് എന്ന് എഴുതുന്നതിന് ഒരു ആർട്ടിസ്റ്റിന്റെ എളിമയുമുണ്ട്. ഒരു നല്ലൊരു നാളേക്കായിട്ട് ടീച്ചറിനെ കൊണ്ടാകുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കലോത്സവ വേദികളിൽ വിഷമിക്കുന്ന പാരന്റ്സിനും അവരുടെ കുട്ടികൾക്കും നീതി നടപ്പാക്കി കിട്ടാൻ നമ്മളെയും കൊണ്ടാകുന്നത് ഒരു കമന്റിന്റെ രീതിയിലെങ്കിലും ടീച്ചർ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യമാണ്. ടീച്ചർ അഴിമതി മുക്തയായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു. അത് എന്റെ ജീവിതത്തിൽ മാത്രം എനിക്കുള്ള അനുഭവമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന കോളുകളിൽ എനിക്ക് അത് കുറെ തെളിവുകളും കിട്ടി. ഗീത ടീച്ചർ പോയ ജഡ്ജ്മെന്റുകളിൽ ചില വേദികളിൽ അഴിമതി നടത്താനായിട്ട് ടീച്ചർ സമ്മതിച്ചിട്ടേ ഇല്ല. ടീച്ചർ ഇരുന്ന എല്ലാ ജഡ്ജ്മെന്റും ജെനുവിൻ ആയിരുന്നു. ചില വേദികളിൽ ചെറിയ ചെറിയ അലിഗേഷൻസ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നിടത്ത് ടീച്ചർ നോ പറഞ്ഞ് ആ കറക്റ്റ് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ധീരമായിട്ട് കാര്യങ്ങൾ നേരിട്ട ഒരു കലാകാരിയാണ്. ആ ടീച്ചറാണ് യെസ് എന്ന് പറയുന്നത്. ആ ടീച്ചറിന്റെ യെസ് കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പബ്ലിക്കിനോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, ഇന്ന് ഞായറാഴ്ചയായിരുന്നു. ഒരുപക്ഷെ ഡാൻസ് ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് ഒത്തിരിയേറെ ക്ലാസ്സുകൾ നടക്കുന്ന ദിവസമാണ് ഈ 2 ദിവസം.
നിങ്ങളുടെ ടീച്ചേഴ്സ് ഇപ്പൊ ഈ കഴിഞ്ഞ കലോത്സവത്തിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇത് അഴിമതിയാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞ ടീച്ചേഴ്സിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇത് നമ്മുടെ അവകാശം എന്നുള്ള ആ 1.5 മിനിറ്റോ ഉള്ള ആ ഷോർട്ട് വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് അത് സപ്പോർട്ട് ചെയ്ത് എഴുതാൻ പറയൂ. അവർക്ക് ആഗ്രഹമില്ലേ? നിങ്ങൾ മാതാപിതാക്കന്മാർക്ക് മാത്രമാണോ ആഗ്രഹമുള്ളൂ? പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചേഴ്സിന് ആഗ്രഹമില്ലേ? നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് മിസ്റ്റേക്കാണ് ജഡ്ജസ് എഴുതിയത് എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾ തന്നെയല്ലേ പലപ്പോഴും പാരന്റ്സിനോട് പറഞ്ഞത് ഇത് അഴിമതിയാണ്. അങ്ങനെയുള്ള നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഡാൻസ് ടീച്ചേഴ്സ് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് എഴുതാൻ പറയൂ. ആഗ്രഹിക്കുന്നുണ്ട്, റിമാർക്സ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എഴുതാൻ പറയൂ. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് ഇന്നലെ ഡാൻസ് ടീച്ചേഴ്സ് കമന്റ് എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഒരു നല്ലൊരു സംരംഭത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു കമന്റും ഇരിക്കുന്നത് നാളത്തെ ഒരു ഭാവിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രീയ നൃത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കലോത്സവ വേദികളിലെ മൊത്തമായിട്ടുള്ള എല്ലാ ജഡ്ജ്മെന്റിന്റെയും റിവ്യൂസ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ചെയ്ത ടീച്ചേഴ്സിന് നാണക്കേടല്ലേ? നമ്മൾ ജെനുവിനായിട്ട് ജഡ്ജ്മെന്റ് ചെയ്താലും പുറത്തുനിന്നുള്ളവർ കണ്ടിട്ട് പറയുന്നു ഇത് അഴിമതിയാ, അവര് ഭയങ്കര അഴിമതിക്കാരാ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും തേജോവധം ചെയ്യുവാണ്. നമ്മൾ ആർട്ടിസ്റ്റുകൾ, ഡാൻസ് ടീച്ചേഴ്സ്, ജഡ്ജസ് ആയിട്ട് പോകുന്നവര്, അപ്പീൽ കമ്മിറ്റിയിൽ പോകുന്നവര്, നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടേ? അങ്ങനെ വല്ലവർക്കും വന്ന് നമ്മളുടെ ഇമേജിനെ കോട്ടം തട്ടാനായിട്ട് നമ്മൾ എന്തിനാ നിന്ന് കൊടുക്കുന്നത്? അപ്പൊ ശരിക്കും പറഞ്ഞ ജഡ്ജ്മെന്റ് നടക്കുന്നതിന്റെ റിവ്യൂ പറയാനായിട്ട്, റിമാർക്സ് പറയാൻ നമുക്കെന്താ എന്തെങ്കിലും പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ലല്ലോ. പേടിയില്ലെങ്കിൽ നിങ്ങൾ ഇത് നമ്മുടെ അവകാശം എന്ന് പറയുന്ന നവംബർ 15 അപ്ലോഡ് ചെയ്ത് നമ്മളുടെ ജഡ്ജ്മെന്റിന്റെ റിമാർക്സ് ആഗ്രഹിക്കുന്നു എന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതൂ. നിങ്ങൾ ധൈര്യമായിട്ട് എഴുത്. പുതിയൊരു മാറ്റത്തിന് ഉറപ്പായിട്ട് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുറേ കാര്യങ്ങളിൽ മാറ്റം വരട്ടെ. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഉറപ്പായിട്ടും സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി തന്നെ വരും, മീഡിയയ്ക്ക് ഇടപെടേണ്ടി വരും എന്ന് ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.